അപ്പം ഓണസദ്യയിലെ ഞങ്ങളുടെ വിഭവങ്ങളാണ് ഉപ്പ്, ശർക്കര പുരട്ടി, ഉപ്പേരി, ബീട്രൂട്ട് പച്ചടി, ഇഞ്ചിക്കറി, അച്ചാറുകൾ, അതുപോലെ തോരൻ തന്നെ 2 ടൈപ്പുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ട്, അവിയൽ. അപ്പോൾ നമ്മുടെ പായസം അവിടെ ഇരിപ്പുണ്ട്, മോരുണ്ട്, മോരുകൾ 2 ഉണ്ട്. അപ്പം ചോറിൻ്റെ മുകളിൽ നമ്മൾ സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, പരിപ്പ് കറിയോട് ഒഴിക്കേണ്ടതാണ്, കൂട്ടുകറി, പപ്പടം, പഴം. പായസം ഓൾറെഡി നമുക്കവിടെ ഉണ്ട്, നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇപ്പം 2026 ഓണം എല്ലാ വർഷവും മലയാളികൾ എവിടെയാണെങ്കിലും, വിദേശത്താണെങ്കിലും നാട്ടിലാണെങ്കിലും ഒക്കെ ആഘോഷിക്കും. അത് ലോകത്തൊരു മതേതരമായ ഒരു ഉത്സവം അല്ലെങ്കിൽ ആഘോഷം ഉണ്ടെങ്കിൽ അത് ഓണമാണ്. അപ്പം ഞാനെപ്പോഴും ആഹാരം കഴിക്കുമ്പോൾ ബൈബിള് മുന്നിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ബൈബിളിനെ മുന്നിൽ നിർത്തിയേ നമ്മൾ ആഹാരം കഴിക്കാവൂ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങൾക്ക് ഇവിടെ വിഭവസമൃദ്ധമായിട്ട് ആഹാരം കഴിക്കുന്നതിന് കഴിഞ്ഞ ഓണത്തിനും ഇതുപോലെ സാധിച്ചു, ഈ ഓണത്തിനും സാധിച്ചു. അതിന് ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതുപോലെ കേരളത്തിലെ ഓണം ആഘോഷിക്കുന്നവർക്ക് എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിഭവങ്ങൾ. അപ്പം ഒരു സൈഡിൽ നിന്ന് നമുക്ക് തുടങ്ങി തീർത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പം ഡേറ്റ്സിൻ്റെ പായസമാണ്. നമ്മൾ ആഹാരമെല്ലാം കഴിഞ്ഞ് നല്ല ക്ലീനായി വൃത്തിയായി ഉണ്ട്. പപ്പടവും അതുപോലെ പഴവും പിന്നെ അച്ചാറോടെ കൂട്ടിയാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. ഈ ഡേറ്റ്സിൻ്റെ പായസം ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഷോർട്ട് ഇടുന്നുണ്ട്. അപ്പം പായസം അത് കഴിഞ്ഞ് മോരുണ്ട്, അതിൻ്റെ ഒന്നും വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.